ഉണ്ണി വന്നോ? ഇല്ല. അതിന് ഇത്ര ഗൗരവപ്പെണ്ണ എന്തിനാ മോളെ? വിവരം പറഞ്ഞാ പോരെ. ആ തൊഴുത്തില് ചാണകം ഉണ്ടോ? ഇല്ലെങ്കിൽ ചാണകം വരാൻ പറ. കൗസു ചാണകം വരാൻ പറ. കൗസു ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? നമുക്കൊന്നും സുഖമുണ്ടേ. എനിക്കിപ്പോ സുഖത്തിന് കുറവൊന്നുമില്ല. എനിക്കും കൂടി സുഖമുണ്ട് കൗസു. ഞാനിപ്പോ പോവും. ഇവിടെ വെച്ചുള്ള മേത്തോട്ടുള്ള കളിയേ വല്ലവരും കാണും. അതിന് ഞാനും പറയണേ. ഇന്ന് വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ഇന്നൊന്നും വേണ്ട. പിന്നെ എന്നാ? എത്ര ദിവസമായി നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കണേ? തനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. കൗസല്യേ എന്താ കൗസലിക്ക് എടുത്തു വെച്ചേക്കണേ? വല്യമ്മ വിളിക്കണു. ഇവിടെ ചാണകം വരണ്ടേ? ചാണം വാരിയിട്ട് വരാൻ പറഞ്ഞു. ഇവിടെ ആള് ശരിയല്ല. ഒരു പൊളച്ചിലൊക്കെ കൂടിയുണ്ട്. എന്റെ അടുത്ത് കളിക്കണ പോലെ ആ കുട്ടി എടുത്ത് കളിച്ചാലേ. പിന്നെ ഞാനൊക്കെ തൊടുമ്പോഴല്ലേ ഈ ചവിട്ടും തൊഴിയും. എവിടെങ്കിലും ചെന്ന് പെടും. ഉണ്ണിയല്ലേ വരണേ. എന്തിനാ വെറുതെ ഈ കിട്ടാക്കൊതി? അപ്പൊ നമ്മുടെ കാര്യം രക്ഷയില്ല അല്ലേ? കുട്ടി ചാണകം മാറില്ല കഴിഞ്ഞോ? എന്താ തനിക്ക് തിന്നണോ? മാറിക്ക് പശു. എന്തോരം കാര്യങ്ങൾ ആൾക്കാർക്ക് അറിയണ്ടേ? ആ വ്യസനത്തിന്റെ തെങ്ങമ്മ കയറി എന്നുള്ള അവന്റെ സിനിമ കാണല് നിർത്തും ഞാൻ. അന്തോണിച്ചേട്ടൻ ഈ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ലില്ലിക്കുട്ടിയോട് ചെയ്യാൻ പറയണം. പിള്ളേരെ എന്തെങ്കിലും പണിയെടുത്ത് പഠിപ്പിച്ചില്ലെങ്കിലേ ചീത്തയായി പോയി. സ്നേഹമുള്ളതുകൊണ്ട് പറയാട്ടോ. ഇതൊക്കെ ഇപ്പോ എനിക്ക് ചെയ്യാവുന്ന പണികളേ ഉള്ളൂ. അന്തോണിച്ചേട്ടന് ഈ ബുദ്ധിമുട്ട് വേണ്ടല്ലോ എന്ന് കരുതിയ ലില്ലിക്കുട്ടിയുള്ള നേരം നോക്കി ഞാനിവിടെ കറക്കാൻ വരണത്. ചാണകം മാരാനും പിടിക്കാനും ഒരാളുണ്ടാവില്ലോ. ലില്ലിക്കുട്ടി വരണമെന്ന് നീ നോക്കണ്ട. നിനക്ക് കുറച്ചുകൂടി നേരത്തെ വന്ന് കറന്നു വന്നൂടെ? ചേട്ടനോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ആ പുഷ്പാങ്കനം ചെത്താൻ വരണത് എപ്പോഴാണെന്ന് നോക്കിയിട്ടുണ്ടോ? ലില്ലിക്കുട്ടി കുളിക്കാൻ കയറുമ്പോ അവൻ തെങ്ങുമ്പോ കയറും. നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലേ അവന്മാര് കിടന്ന് കളിക്കാന്ന് പറയണതേ എനിക്ക് ഇത്തിരി വിഷമമുണ്ട്. എടാ പശു ചൊര വലിക്കണം. നീ കറന്നേ. അല്ലെങ്കിൽ ഈ മാപ്പിളക്ക് നല്ലത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ. ചാണകമൊക്കെ ഞാൻ മാറുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോന്നാ മതി. ഈ മാപ്പിള തൊഴുത്തി കിടന്ന് ചാവളോ തോന്നെ. ലില്ലിക്കുട്ടി എന്താ? അല്ല തുപ്പല് തൊട്ട് അകറ്റി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത്തിരി വെണ്ണയോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് കൊണ്ട് താ. വെണ്ണ ഞാൻ ആ കപ്പുമ്മ വെച്ചിരുന്നല്ലോ. പിന്നെ എവിടെ? ഞാൻ എടുത്ത് തിന്നാ. ഇത്തിരി വെണ്ണ എടുത്തിട്ട് അടി. ആ കപ്പിങ് തന്നെ. വേണ്ട വേണ്ട, കൈ തന്നാ മതി. അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. ഇനി മോളങ്ങ് നോക്കിക്കോ. നീ എവിടെ എന്തെടുക്ക? ഞാനിവിടെ കമന്ന് കിടക്ക. എന്തൊരു കഷ്ടാന്ന് നോക്കി. ഇതിപ്പോ പശു ഏതാ ആളേതാണെന്ന് തിരിച്ചറിയില്ലല്ലോ. അന്തോണിച്ചേട്ടനൊന്ന് മാറി നിൽക്ക്, ഞാനൊന്ന് കറക്കട്ടെ. അല്ല ലില്ലിക്കുട്ടി, നീ ഒന്ന് പോയി കുളിച്ചേ. ആ ഒന്ന് പോയി കുളിച്ചേ. അപ്പനെന്താ ഇത്ര തീർത്ത് ഞാൻ പോയി കുളിക്കാൻ? നീ ഒന്ന് പോയി കുളിക്കാൻ.
എന്തോരം പറഞ്ഞാലും നീ കേക്കില്ല. നിനക്ക് ഇപ്പോഴേ കുളിക്കാൻ നേരമുള്ളൂ. എടാ പുഷ്പാങ്കന, നിന്റെ കുട്ടിക്കത്തം ഉണ്ടാക്കാൻ നീ താഴെ ഇറങ്ങ്. കാര്യം കഴിക്കും. എന്തൊരു കഷ്ടമാണ്. വീട്ടിലൊരു പെണ്ണുള്ള കാരണം സമാധാനമായി പുറത്തിറങ്ങാൻ വയ്യാണ്ടായല്ലോ. ഈ ചെക്കന് ഇതെന്ത് പറ്റിപ്പോയി? എത്ര ദിവസം ഇങ്ങനെ തീവണ്ടി ഓഫീസിലേക്ക് നടക്കുക? ഇനി വരുമ്പോ വരട്ടെ. അല്ല, എന്താ പാവം? കളിപ്പിക്ക? ഇന്ന് വരുന്നും പറഞ്ഞ് പാവം വല്യച്ഛനും ചാത്തുട്ടിയും എത്ര ദിവസമായി സ്റ്റേഷനിൽ വരുന്നേ? നോക്കിക്കോ, ഇനി വല്യച്ഛനും വരില്ല, ചാത്തുട്ടിയും വരില്ല, ആരും വരില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വന്നാ മതി. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ. ആരും സ്റ്റേഷനിൽ വന്നില്ലെങ്കിലും ഞാൻ വരാം കേട്ടോ. നിന്നെ വ്യസനമാപ്പിള വിളിക്കുന്നു. വല്ല പണിക്കുമായിരിക്കും. എന്താ കാര്യം പണിയെടുത്തിട്ട്? മനസ്സറിഞ്ഞ് 10 പൈസ തരില്ല. മക്കിയാ മാപ്പിള. എന്റെ അടുത്ത് ഇപ്പൊ പറയാറില്ല. ഞാൻ പോണു, നീ പുറകെ വാ. ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വരികയായിരുന്നു. എന്താണോ എനിക്ക് എടുത്തു വെച്ചിരിക്കണേ? കൗസല്യേ, 5-6 മണി നെല്ലുണ്ട്, ഒന്ന് കുത്തിത്തായോ? എനിക്ക് പണ്ടത്തെ പോലെ നെല്ലും ചാക്കും ചുവന്നുകൊണ്ട് ഓടാൻ വയ്യ. 5-6 മണി നല്ലല്ലേ ഉള്ളൂ, അത് മടിയിലിട്ടോണ്ട് പോയാ പോരെ? നീ തമാശ പറയാതെ ഒന്ന് വന്നേ. അയ്യോ, ഇന്നിനി വയ്യ, നേരം ഇരുട്ടി. ഞാൻ നാളെ എങ്ങാനും വരാം. നാളെ നീ എപ്പോഴാ വരിക? എവിടാ വരിക? എങ്ങനാ? എന്റെ പൊന്നും കുരിശ് മുത്തപ്പായ ഒരെത്തും പിടിയും കിട്ടണില്ലേ? അവിടാണ് ഒരു മണി അരിയില്ല. അല്ല കൗസല്യേ, ആ കുട്ടി ഇന്നും വന്നില്ലല്ലേ? ആൾക്കാരെന്തൊക്കെയാ പറയണേ? എങ്ങാണ്ടൊക്കെ തീവണ്ടി ഇടിച്ചു എന്നോ, പാളം തെറ്റിയെന്നോ, മറിഞ്ഞു എന്നോ, വെള്ളപ്പൊക്കം ഉണ്ടായെന്നോ. ഇതൊക്കെ കേട്ടാ അമ്മേന്ന് എങ്ങനെയാ മനസമാധാനം ഉണ്ടാകുക? ആ തവളയാണെങ്കിൽ വയസ്സായിട്ടിരിക്കുകയാണ്. കമ്പി ഉള്ളും വന്നോ? അവിടെ കമ്പിയും വന്നില്ല, കിമ്പിയും വന്നില്ല. ഞാൻ നാളെ എങ്ങാനും വരാം. എനിക്ക് നിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ സമയമില്ല. അല്ല, നേരെ എത്ര പെട്ടെന്ന് അന്ത്യായി. 100 കൂട്ടം ജോലി കിടക്കുന്നു. അവിടെ ആണെങ്കിൽ ആ പെണ്ണ് നനച്ചേ ഉള്ളൂ.